എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിൻ്റെ ഒന്നാം അധ്യായമായ സമവാക്യ ജോഡികളുടെ 14ാം വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് 18ലെ ഒന്നാമത്തെ ചോദ്യമാണ്. അതിലേക്ക് പോകാം. പേജ് 18 ചോദ്യം 1. ഒരു മട്ടത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം 20 ഡിഗ്രി. അതിൻ്റെ കോണുകൾ 3 കണക്കാക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് ഒരു മട്ടത്രികോണം ഇതൊരു മട്ടത്രികോണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി മട്ടത്രികോണത്തിലെ ഒരു കോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി 3 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ബാക്കി 2 കോണുകളുടെയും തുക 90 ഡിഗ്രി ആയിരിക്കും. ഒരു മട്ടത്രികോണത്തിൽ ഒരു കോൺ മട്ടകോണായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. മറ്റ് 2 കോണുകളും 90 ഡിഗ്രിയേക്കാൾ ചെറുതായിരിക്കും, അത് ന്യൂനകോണുകളായിരിക്കും. ഇനി ന്യൂനകോണുകളുടെ തുക 90 ഡിഗ്രി ആയിരിക്കും. ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും. അതിനെയാണ് മട്ടകോൺ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ബാക്കിയുള്ള 2 കോണുകൾ ന്യൂനകോണുകൾ ആയിരിക്കും. മറ്റ് 2 കോണുകൾ ന്യൂനകോണുകൾ. അതായത് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. പിന്നെ ഒരു കാര്യം കൊണ്ട്, കൂടാതെ ഈ ന്യൂനകോണുകളുടെ തുക, ഈ 2 ന്യൂനകോണുകളുടെ തുക തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ചോദ്യം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 2 ന്യൂനകോണുകൾ ഉണ്ടാവുമല്ലോ. അതിലെ ഒരു ന്യൂനകോണ് എക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, മറ്റേത് വൈ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് 2 ന്യൂനകോണുകളുടെ തുക 90 ഡിഗ്രി ആയിരിക്കും. ഇത് വെച്ച് നമുക്ക് എന്ത് പറയാം? ന്യൂനകോണുകളുടെ തുക 90 ഡിഗ്രി ആയതിനാൽ എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ 90 എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ 90 എന്ന് കിട്ടും. ഓക്കെ, ഒരു കാര്യം നമ്മൾ മറന്നുപോയി, എക്സും വൈ എഴുതാൻ വിട്ടുപോയി. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ന്യൂനകോണുകളിൽ വലുത്
എക്സും ചെറുത് വൈയും എന്ന് കരുതുക. ഓക്കെ, ചോദ്യത്തിൽ ഇവയുടെ വ്യത്യാസം 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവ തുല്യമല്ല. തുല്യമാണെങ്കിൽ വ്യത്യാസം 0 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ന്യൂനകോണിന്റെ തുക 90 ഡിഗ്രി ആയതിനാൽ എക്സ് പ്ലസ് വൈ 90 ആയിരിക്കും. ഇതാണ് നമ്മുടെ സമവാക്യം 1. ഇനി ചോദ്യത്തിലെ നിബന്ധന പ്രകാരം മട്ടത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം 20 ആണ്. അപ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ 20. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലെ നിബന്ധന പ്രകാരം ന്യൂനകോണിലെ വലുത് മൈനസ് ന്യൂനകോണിലെ ചെറുത് 20 ഡിഗ്രി. ഇത് സമവാക്യം 2. ഇനി നമുക്ക് എളുപ്പം സോൾവ് ചെയ്യാം. ഇവിടെ എക്സിൻ്റെ ഗുണകം 1 ആണ്, വൈയുടെ ഗുണകം 1 ആണ്. പക്ഷെ വൈയുടെ ചിഹ്നം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 സമവാക്യങ്ങളും കൂട്ടാം. അപ്പോൾ വൈ ക്യാൻസൽ ആയി പോകും. അപ്പോൾ എക്സും 2x എന്ത് കിട്ടും? വൈയും ക്യാൻസൽ ആയി പോവും. 90 + 20 2x 110 x 110/2 x 55 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? x 55 എന്ന് ഇതിൽ കൊടുക്കാം. സമവാക്യം 1 കൊടുത്താൽ x 55 + y 90, y 90 - 55, y 45. ഓക്കെ, അപ്പോൾ ഒരു കോണ് മട്ടകോണ് തന്നെയാണ്, 90 ഡിഗ്രിയാണ്. മറ്റ് 2 കോണുകൾ 55 ഡിഗ്രിയും 45 ഡിഗ്രിയും ആയിരിക്കും. അപ്പോൾ നമ്മുടെ 3 കോണുകളും കിട്ടി. അപ്പോൾ 3 കോണുകളും കണക്കാക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ ആയതുകൊണ്ട് മട്ടത്രികോണത്തിൻ്റെ ഒരു കോൺ 90 ഡിഗ്രിയും മറ്റു 2 കോണുകൾ 55 ഡിഗ്രി 45 ഡിഗ്രിയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പേജ് 18-ലെ 7 ചോദ്യമാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത് കൂട്ടുകാർക്കെല്ലാം തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന വേറൊരു രീതി ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈ 9 അതേപോലെ 90 എക്സ് പ്ലസ് വൈ 90 എക്സ് മൈനസ് വൈ 20 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അപ്പോൾ വലിയ സംഖ്യ, അപ്പോൾ അവിടെ വലിയ കോൺ എന്ന് വലിയ ന്യൂനകോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? തുക പ്ലസ് വ്യത്യാസം ബൈ 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് 55 എന്ന് കിട്ടും. ഇനി ചെറിയ ന്യൂനകോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുക മൈനസ് അവർ തമ്മിലുള്ള വ്യത്യാസം ബൈ 2.
ഓ ഞാൻ നേരത്തെ ചെയ്തതിൽ നമുക്ക് തെറ്റുണ്ട് കേട്ടോ. 90 55 പോയി കഴിഞ്ഞാൽ 45 അല്ല, തെറ്റിപ്പോയി, 35 സോറി. ഓക്കെ, അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഉള്ള തെറ്റാണ്. ഓക്കെ, 55 35 ഓ, ഇത് ചെയ്ത് നോക്കി, നന്നായി. ചെറിയ ന്യൂനകോണ് 90 - 20/2, അപ്പം നമുക്ക് 70/2, അപ്പോൾ 35 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഏതാണ്? ഈസി മെത്തേഡ്. ഓക്കെ, രണ്ട് സമവാക്യങ്ങൾ എഴുതുക. എന്നിട്ട് എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ന്യൂനകോണിന്റെ അളവ് എന്ന് പറഞ്ഞാൽ തുക പ്ലസ് വ്യത്യാസം ഡിവൈഡ് ബൈ 2 എന്ന് എഴുതിയിട്ട് ഉത്തരം എഴുതുക. ചെറിയ ന്യൂനകോൺ എന്ന് പറഞ്ഞാൽ തുക മൈനസ് വ്യത്യാസം ബൈ 2 എന്ന് എഴുതിയിട്ട് 35 അത് എഴുതിയാൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം അടുത്തതായിട്ട് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി.